ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയ പഴംപൊരിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. നല്ല ക്രിസ്പിയോ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് 1 കപ്പ് നിറയെ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നിറയെ പത്തിരിപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും 2 കപ്പ് വെള്ളവും ഒഴിച്ച് കൈവച്ച് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല മാവാക്കി എടുക്കാം. നന്നായി ഇതുപോലെ കുഴച്ചെടുക്കലിലാണ് ഈ പഴംപൊരി നന്നായി കിട്ടുക. അതുകൊണ്ട് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കണം. വലിയ പഴം പൊരിക്കാനുള്ള ബാറ്ററാണിത്. 3 ഇതുപോലുള്ള പഴം എടുത്ത് വെച്ച് തൊലി കളഞ്ഞ് 2 ഭാഗമായി കട്ട് ചെയ്ത് അതിൽ നിന്നും നേരിയ സ്ലൈസായി ഒരു പഴത്തിന്റെ പകുതിയിൽ നിന്നും 4ഓ 5ഓ സ്ലൈസായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് ഈ റെസിപ്പി വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക. അത്രക്ക് നല്ല ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പഴംപൊരിയാണിത്. ഇനിയും ഉണ്ടാക്കാറുണ്ട്, എന്നാലും ഇങ്ങനെ പൊരിച്ചു നോക്കിയപ്പോഴാണ് പഴംപൊരി നല്ല ടേസ്റ്റായി കിട്ടിയത്. പിന്നെ അതൊന്ന് ഓരോന്നായി ഈ ചട്ടുകം വെച്ച് തന്നെ അടർത്തിയെടുത്താൽ മതി. എന്നാൽ പിന്നെ ഒറ്റയായിട്ട് തന്നെ ഓരോന്നായിട്ട് തന്നെ പഴംപൊരി കിട്ടിക്കോളും. ചെയ്യില്ല, ഒട്ടിപ്പിടിച്ച് സൈഡൊന്നും ആവാതിരിക്കുകയും ചെയ്യില്ല. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. ഈ ബാറ്ററി വെച്ചിട്ട് ഈ അളവനുസരിച്ചിട്ട് ഒരു 3 ഇതുപോലുള്ള പ്ലേറ്റ് നിറയെ പഴംപൊരി ആയി കിട്ടിയിട്ടുണ്ട്. എടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് ഞാനൊരു 6ഓ 7ഓ 8ഓ പഴംപൊരി ആണ് ഇട്ട് കൊടുത്തത്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടർത്തിയെടുത്താൽ പിന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പ്ലേറ്റ് നിറയെ പഴംപൊരി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ഈ റെസിപ്പി വെച്ചിട്ട് തന്നെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.